ഹായ് എവ്രി വൺ, അസ്സലാമു അലൈക്കും. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. ആൻഡ് ഞാനിവിടെ സുഖമായിരിക്കണം കേട്ടോ, എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളൊരു പുതിയ ഫ്രിഡ്ജ് നോക്കുന്നുണ്ട് എന്നുള്ളത്. അൽഹംദുലില്ലാ നമുക്കിതാ പുതിയ ഫ്രിഡ്ജ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഫ്രിഡ്ജ് വന്നത്. നമ്മൾ ഒരുപാട് ഷോപ്സിലൊക്കെ നോക്കിയിരുന്നു. നമ്മളുടെ പഴയ ഫ്രിഡ്ജ് ഹൈസെൻസിൻ്റെ ഫ്രിഡ്ജായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അതിൻ്റെ വാറൻറ്റി ഒക്കെ കഴിഞ്ഞു, കുറച്ച് കംപ്ലയിൻറ്റ്സ് ഒക്കെ ആയപ്പോൾ നമ്മളത് കൊടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ അതുപോലത്തെ ഒരു ഫ്രിഡ്ജ് തന്നെയാണ് നമ്മൾ പുതിയത് നോക്കിയിരുന്നത്. അപ്പോൾ ഷോപ്സിലൊന്നും അവൈലബിൾ അല്ലാത്ത കാരണം നമ്മളിത് ആമസോൺ വഴിയാട്ടോ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ആമസോണിൽ ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇത് എങ്ങനെ ഉണ്ടാവും, ഗുഡ് വർക്കിംഗ് ആണോ എന്നൊന്നും അറിയില്ല. എന്തായാലും സംഭവം ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഒരു 6 days കഴിഞ്ഞിട്ടാട്ടോ ഇത് ഡെലിവർ ആവുന്നത്. ഇത് ഇവിടെ തന്നെ ഒരു ബെറ്റർ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഷോപ്പ് വഴിയാട്ടോ, ആമസോൺ ത്രൂ അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ അവരാണ് ഇത് നമുക്ക് ഡെലിവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കൊടുന്ന് വെച്ചതിന് ശേഷം ഒരു 4 hours നമ്മൾ കഴിഞ്ഞിട്ടാണ് ഓൺ ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരിത് ഡെലിവർ ചെയ്തിട്ട് പോവും. ഇനി കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് തന്നെ കോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് വരുന്നത്. ഇതാ ആമസോണിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു സ്ക്രീൻ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് ആക്ച്വലി നോക്കുന്ന ടൈമിൽ ഇതിൻ്റെ സിൽവർ കളറായിരുന്നു അവൈലബിൾ ഉണ്ടായിരുന്നത്, ബ്ലാക്ക് കളർ അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ ഒരു 2-3 ദിവസം കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ബ്ലാക്ക് കളർ നമുക്ക് കിട്ടിയത് കേട്ടോ. ഇതൊരു ഗ്ലാസ് ഫിനിഷിംഗ് ഉള്ള ഡോറാണ് വരുന്നത്. അപ്പം മിറർ പോലെ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിരിക്കും. ഉള്ളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ. നമ്മൾ പഴയ ഫ്രിഡ്ജിനായിട്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ, കാരണം അതിൻ്റെ മോഡൽ നമ്പറൊക്കെ മാറിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ സീരീസ് അല്ല, ഇത് നെക്സ്റ്റ് സീരീസ് ആട്ടോ വരുന്നത് ഈ ഫ്രിഡ്ജിൽ തന്നെയുള്ള. ചെറിയ ഡിഫറൻസ് ഉണ്ട്, എന്നാലും അൽഹംദുലില്ലാ നമ്മൾ സൂപ്പർ ഹാപ്പി ആട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് വന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ഗ്രോസറി പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് നമ്മൾ രാവിലെ പോയി വാങ്ങുക, പിന്നെ അപ്പം തന്നെ കുക്ക് ചെയ്യുക, അങ്ങനെ ആയിരുന്നു. ഫ്രിഡ്ജ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാമല്ലോ, നമുക്കറിയില്ല ഫ്രിഡ്ജ് ഇല്ലാത്ത അവസ്ഥ എന്താണെന്നുള്ളത്. അതില്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്ര ഉണ്ടെന്ന് മനസ്സിലാവുക. എന്ത് സാധനം നമ്മൾ കൊടുന്ന് വെച്ച് കഴിഞ്ഞാലും, വെജിറ്റബിൾസ് ആയി കഴിഞ്ഞാലും, ഫിഷ്, മീറ്റ് എന്ത് കഴിഞ്ഞാലും പെട്ടെന്ന് കേടാവുമല്ലോ ഫ്രിഡ്ജ് ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ രാവിലെ തന്നെ പോയി വാങ്ങിയിട്ട് അങ്ങനെ കുക്ക് ചെയ്യലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 5-6 ദിവസമായിട്ട് നമ്മൾ അങ്ങനെ ആട്ടോ ചെയ്തിരുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് വന്ന സ്ഥിതിക്ക് എന്തായാലും നമുക്കൊരു ബിഗ് പർച്ചേസിങ് തന്നെ ഉണ്ട്, ഗ്രോസറി പർച്ചേസിങ്ങും. അപ്പോൾ നമ്മൾ പർച്ചേസിങ്ങിനായിട്ട് സഫാരി മാളിലേക്കാട്ടോ വന്നിരിക്കുന്നത്. ഷാർജയിലുള്ള സഫാരി മാളിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ 2 പേര് 3 പേരൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെജിറ്റബിൾസ് വാങ്ങുന്നതാവും നല്ലത്. അല്ലാതെ എല്ലാം കൂടി നമ്മളൊരു സാമ്പാറിൻ്റെ ഒക്കെ ഫുൾ വെജിറ്റബിൾ ഇങ്ങനെ ഫുള്ളായിട്ട് എടുക്കുമ്പോൾ അത് കൂടുതൽ കേടായിട്ട് പോവല കേട്ടോ. നമുക്കൊക്കെ 2 പേര് മാത്രമേ ഉള്ളൂ. അതിൽ ഞാൻ മാത്രമാണ് വെജിറ്റബിൾ കഴിക്കുള്ളൂ. എന്തൊക്കെ പ്യുവർലി നോൺ വെജ് എന്ന് പറയാം കേട്ടോ. വെജിറ്റബിൾസ് തീരെ കഴിക്കൽ കുറവാണ്. ഇങ്ങനെ ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ ചെറുതായി കഴിക്കും. അങ്ങനെ അല്ലാതെ ഈ പച്ചക്കറി ഐറ്റംസ്, ഓലൻ, തോരൻ, അങ്ങനത്തെ സദ്യ ഐറ്റംസ് ഒക്കെ അല്ല, അതൊക്കെ കഴിക്കൽ വളരെ കുറവാട്ടോ. പിന്നെ ഇതാ സഫാരി മാളിലുള്ള നമ്മൾ ഫിഷിൻ്റെ സെക്ഷനിലേക്ക് വന്നതാട്ടോ. അപ്പോൾ ഫിഷ് നമുക്ക് കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം, ഫ്രിഡ്ജ് എന്തായാലും കിട്ടിയല്ലോ. അപ്പോൾ ഫിഷ് അധികം വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് തന്നെ വിചാരിക്കണത്. നമ്മൾ അങ്ങനെ ചെയ്യല്ലോ കേട്ടോ. ഒരു 1 വീക്കിലേക്കുള്ള ഫിഷ്, മീറ്റൊക്കെ വാങ്ങി വെക്കലാണ് ചെയ്തിരുന്നത്. ഫ്രിഡ്ജ് ഇല്ലാത്ത സ്ഥിതിക്കാണ് നമ്മൾ ദിവസം വാങ്ങലുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഇതാ വലിയൊരു സ്രാവാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കാരുടെ ഉപ്പാക്കും ഉമ്മാക്കും അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫിഷാട്ടോ സ്രാവ്. അപ്പം ഞാനിവിടെ വന്നതിന് ശേഷമാണ് സ്രാവ് കഴിച്ചു തുടങ്ങിയത് തന്നെ. എൻ്റെ വീട്ടിലധികം സ്രാവ് വാങ്ങൽ കുറവാട്ടോ. കുറേ പേര് കഴിക്കാത്തവരുണ്ട് സ്രാവ്. അത് പ്രസവിക്കുന്ന മീനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കൽ കുറവാണ്. പക്ഷെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാട്ടോ. അപ്പോൾ ഇത് ഈ സഫാരി മാളി വന്നപ്പോഴാണ് കിട്ടിയത്. ഫിഷ് മാർക്കറ്റിൽ നമ്മൾ നോക്കിയിരുന്നു, പക്ഷെ ഫിഷ് മാർക്കറ്റിൽ ഇപ്പോൾ ഇത് അവൈലബിൾ അല്ല കേട്ടോ സ്രാവ്. ഇപ്പോൾ സഫാരി മാളിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു വലിയ സ്രാവും അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മളൊരു സദ്യ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ കുറേ കറികളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് തന്നെ 1 കറി 2 കറിയൊക്കെ ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു സദ്യ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 8 തരം കറികളും പിന്നെ ഒരു പാലട പായസമൊക്കെ ആയിട്ടാണ് നമ്മൾ സദ്യ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഈ പാലട പായസത്തിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കാം. ഞാൻ കുറേ വട്ടം ട്രൈ ചെയ്തിരുന്നു. ഒരു
ലൈറ്റ് പിങ്ക് കളറിലുള്ള പാലട പായസം എങ്ങനെ ഉണ്ടാക്കാന്ന്. അപ്പോൾ അതിന് വേണ്ടത് മട്ട അരിയുടെ പാലട കേട്ടോ വേണ്ടത്. അപ്പോൾ ഇവിടെ മട്ട അരി നമുക്ക് കിട്ടിയില്ല, നാട്ടിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. മട്ട അരിയുടെ പാലട ഇങ്ങനെ വാങ്ങാൻ കിട്ടും. ആ പാലട യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള പാലട പായസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ഞാൻ 1 കപ്പ് പാലട കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായി തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്തു. എന്നിട്ട് അത് കുക്കറിലിട്ടിട്ട് 1 വിസൽ വരെ വേവിച്ചെടുക്കാം കേട്ടോ. ഇത് സാധാരണ നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ചെടുത്താലും കുഴപ്പമില്ല, പക്ഷെ കുക്കറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് 1 വിസൽ വേവിച്ചെടുക്കുക. അതിൽ കുറച്ച് അത്യാവശ്യത്തിന് അതിൻ്റെ ആ ഒരു ലെവലിൽ വരുന്ന വരെ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ഇതിൽ വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക അത്രേ ഉള്ളൂ. അത് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അത് വിട്ട് വരും കേട്ടോ. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 1 ലിറ്റർ പാലിലേക്കുള്ള പാലട പായസമായിട്ട് ഉണ്ടാക്കുന്നത്. 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതൊരു ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ. നന്നായി മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് തന്നെ 1/2 കപ്പ് സാധാ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചാലും നോർമൽ വാട്ടർ ഒഴിച്ചാലും കുഴപ്പമില്ല, ഏതെന്നെ ഒഴിച്ചു കഴിഞ്ഞാലും ഇതുപോലെ ഈ ഒരു പഞ്ചസാര കട്ടായിട്ട് വരും കേട്ടോ. ഇത് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ചൂടായി കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോയിക്കോളും. പിന്നെ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ അധികം ബ്രൗൺ കളർ ഡാർക്ക് ബ്രൗൺ ആവാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. അങ്ങനെ ഡാർക്ക് ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റ് പോലെ ആവും. ജസ്റ്റ് ആ ഒരു ഗോൾഡൻ ബ്രൗണിക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ അതാ നന്നായി ഒന്ന് മെൽറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ 1 ലിറ്റർ പാലാട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ പാലെടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് എല്ലാ ക്വാണ്ടിറ്റിയിലും വ്യത്യാസങ്ങൾ വരുത്താം കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പോളം മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കും. മിൽക്ക് മെയ്ഡ് അല്ല, കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മധുരം എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഒഴിക്കാം. ഞാനൊരു 1/4 ടിന്നോളം ഒഴിച്ചിട്ടുണ്ട്. അതായത് 1 കപ്പിലേക്കാളും കൂടുതലുണ്ടായിരിക്കും കേട്ടോ മിൽക്ക് മെയ്ഡ് ഒഴിച്ചത്. പിന്നെ പഞ്ചസാര നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം മധുരമുണ്ട്. പിന്നെ ഇതാ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത്. നോർമലി നമ്മൾ പാലട പായസം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉപ്പിടണേ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ നമുക്കൊരു ഉപ്പിൻ്റെ ടേസ്റ്റും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ടേസ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ അതാ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാലടല്ലേ, ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഒറ്റയായിട്ട് വിണ്ട് വരണം കേട്ടോ. അത് നമ്മൾ കുക്കറിൽ നിന്ന് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സാധാ നോർമൽ വാട്ടറിൽ ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ നല്ല വിണ്ട് വരും കേട്ടോ. ഇത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പാല് അത്യാവശ്യം വറ്റിയതിന് ശേഷം കേട്ടോ പാലട ഇട്ട് കൊടുത്തിരിക്കുന്നത്. പാൽ ഒഴിച്ചിട്ട് ഒരു 15-20 മിനിറ്റോളം ഞാൻ കുറുക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം പാലട ഇട്ടതിന് ശേഷം ഒരു 15 മിനിറ്റോളം നമ്മൾ അതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. നമ്മളെ പാലട പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള പായസമാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് വറുത്തിട്ടാലും നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ പാലട പായസത്തിൽ അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നും ഇടില്ല, പക്ഷേ ഇവിടെ ഇഷ്ടമാട്ടോ. ഉപ്പാക്കും ഉമ്മാക്കൊക്കെ അങ്ങനെ ഇടണത് ഇഷ്ടമാണ്. അങ്ങനെ ഇതാ നമ്മളെ സദ്യ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാഴയിലൊക്കെ വാങ്ങിയിരുന്ന് വാഴയിലയിൽ തന്നെയാണ് സദ്യ ആക്കുന്നത് കേട്ടോ. ഞാനങ്ങനെ ഇവിടെ ഒറ്റയ്ക്കാവുമ്പോൾ സദ്യ ഉണ്ടാക്കലൊന്നുമില്ല കേട്ടോ. 1 കറി 2 കറിയൊക്കെ ഉണ്ടാക്കലുണ്ട്. എന്നാലും ഒരുപാട് ഇതുപോലെ കറി ഉണ്ടാക്കി കഴിക്കലൊന്നുമില്ല. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉമ്മ ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് ഉണ്ടാക്കുന്നത്. ഞാൻ ഒറ്റ കാണുന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം ഇരുന്ന് തിന്നേണ്ടി വരും. എനിക്കതിൽ 1 കറികളും കഴിക്കില്ല കേട്ടോ. സാമ്പാർ കഴിക്കും, അതും കുറച്ച്. അതിൻ്റെ കൂടെ നോൺ വെജ് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അത് കഴിക്കുള്ളൂ, അല്ലെങ്കിൽ വേറെ ഒന്നും കഴിക്കില്ല കേട്ടോ. അച്ചാർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നുമ്പോൾ ഒരു രസമല്ലല്ലോ. എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് തിന്നാം, അല്ലെങ്കിൽ പിന്നെ വേസ്റ്റ് ആവും ഫുഡ്. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ വിളമ്പി അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ചൂടുള്ള പാലട പായസം കൂടി വിളമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചൂടായിട്ട് കഴിക്കാനും ടേസ്റ്റാണ്, പിന്നെ തണുപ്പിച്ചിട്ട് കഴിക്കാനായിട്ട് എനിക്ക് കുറച്ചും കൂടി ഒരു ഇഷ്ടം. ഈ പാലട പായസം മാത്രം നല്ല തണുപ്പിച്ചിട്ട് കഴിക്കാൻ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മളെ സദ്യയിൽ വിളമ്പി. കറികൾ സദ്യയിലെ എല്ലാ കറികളൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അവിയൽ, അതുപോലെ തന്നെ കാളൻ, ഓലൻ, ഇഞ്ചിപ്പുളി, അങ്ങനത്തെ ഐറ്റംസൊക്കെ കേട്ടോ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 8 കറികളാട്ടോ ഉണ്ടാക്കിയിരുന്നു. എന്തായാലും എല്ലാം കൂടി കഴിച്ച ഒരു സദ്യ കഴിച്ചൊരു ഫീല് അതൊരു അടിപൊളി സംഭവം തന്നെ കേട്ടോ. നമ്മളെ വയറിനും അതൊരു സന്തോഷമുള്ളൊരു സംഭവം തന്നെ. കുറേ ദിവസം നോൺ വെജ് ഒക്കെ കഴിച്ചിട്ട്
ഒരു സദ്യ കിട്ടി കഴിഞ്ഞാൽ എന്തായാലും ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ലേ, അതായിട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ ഗ്രോസറി പർച്ചേസിങ്ങിന് പോയതിൻ്റെ കുറേയൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഐറ്റംസ് ഫ്രിഡ്ജിൽ പെട്ടെന്ന് വെക്കേണ്ട ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ബോക്സിലാക്കിയിട്ട് വെക്കുകയാണ്. ഈ ഒരു ബോക്സ് ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്ത കേട്ടോ, നാട്ടിലുള്ള മീഷോന്ന്. അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം, ഇത് നല്ലതാണ്. ഇതിലിങ്ങനെ ടിഷ്യൂ വിരിച്ചു കൊടുത്തിട്ട് നമ്മൾ വെജിറ്റബിൾസ് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊരു ഓർഗനൈസ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, ഒരു വൃത്തിയിലിരിക്കും. പിന്നെ സാധനങ്ങൾ പെട്ടെന്ന് കേടായി പോവില്ല കേട്ടോ. ടിഷ്യൂ വെച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മല്ലിയില പുതിനയില ഒക്കെ ഞാനിതുപോലെ അടിയിൽ ടിഷ്യൂ വെച്ചിട്ട് മുകളിലും ഒരു ടിഷ്യൂ വിരിച്ചിട്ടാട്ടോ വെക്കൽ. അപ്പോൾ ഇതൊരു നല്ലൊരു ഓർഗനൈസർ ആയിട്ട് എനിക്ക് തോന്നിയിട്ട്. ഇതിൻ്റെ ഒരു 8 പീസാന്ന് തോന്നുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെറ്റായിട്ടാണ് വരുന്നത്. 8 പീസിന് ഇത്ര പ്രൈസ് എന്നുള്ളതിൽ, പ്രൈസ് എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ, പക്ഷെ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ കേട്ടോ മീഷോയിൽ ഇത് കിട്ടണത്. അപ്പോൾ ഞാൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അത്യാവശ്യം വേണ്ടതൊക്കെ കുറേശ്ശെ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ നമ്മൾ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഫ്രിഡ്ജ് 4 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഓൺ ചെയ്ത് 1 മണിക്കൂർ കൂളായതിന് ശേഷം കേട്ടോ നമ്മളെല്ലാം എടുത്ത് വെച്ച് തുടങ്ങിയത്. അപ്പോൾ ഇതാ ഇങ്ങനെ ബോക്സിലാക്കിയതൊക്കെ 2 സൈഡ്സിലായിട്ട് ഇങ്ങനെ വെക്കുകയാണ്, അത്യാവശ്യം പെട്ടെന്ന് എടുക്കാനുള്ളതിൽ. പിന്നെ എഗ്ഗ്, മിൽക്ക്, ഡയറി പ്രൊഡക്ട്സ് ഒക്കെ ഒരു സൈഡിൽ വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ഥലത്ത് ഏതാണ് ഇരിക്കണമെന്നൊക്കെ അറിയാലോ, പെട്ടെന്ന് എടുക്കാനും പറ്റും. പിന്നെ ഈ ഒരു ബോക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ട്രാൻസ്പെറൻ്റ് ആലോ, അതിൻ്റെ ഉള്ളിൽ എന്താ ഇരിക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ പെട്ടെന്ന് നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഈ ഫ്രിഡ്ജ് എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ സാധനങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടെ വേസ്റ്റ് കച്ചറ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് തുണി കൊണ്ടോ എന്തെങ്കിലും ടിഷ്യൂ കൊണ്ടോ തുടച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ഓർഗനൈസ് ആയിട്ട് വെക്കുമ്പോഴും എവിടെയാണ് ഏതൊക്കെ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്നും ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്നുള്ളൂ കേട്ടോ ഫ്രിഡ്ജൊക്കെ എപ്പോഴും. പിന്നെ വീക്ക്ലി വൺസ് നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ പായസത്തിൽ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇത് തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു പോപ്സിക്കിൾ കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഒരു പോപ്സിക്കിൾ പോലെ നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആവുമല്ലോ. ഇപ്പോൾ ഇവിടെ പാലട കുൽഫിയൊക്കെ കുറേ ഷോപ്സിലൊക്കെ അവൈലബിൾ ആട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ടുള്ള ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് അറിയാം, നല്ല ടേസ്റ്റ് ആട്ടോ ഈ പാലട കുൽഫി, പാലട ഐസ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാനും. അപ്പോൾ എന്തായാലും പായസം ഉണ്ടാക്കിയതല്ലേ, ഇതൊന്ന് ഐസായിട്ട് നമുക്ക് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പാലട ഐസ് എന്ന് പറഞ്ഞിട്ട് പോപ്സിക്കിളാക്കി വെച്ചിട്ട് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു 4 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൽ തന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തിട്ട് ഒരു സ്മൂത്ത് ടെക്സ്ചർ ആക്കിയിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഒരു ഐസ് ടെക്സ്ചർ ഉണ്ടാവും കേട്ടോ ഇതിന്. ഞാൻ പക്ഷേ അതൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഈ ഒരു പാലട പായസം ഇതിലാക്കിയിട്ട് ഇങ്ങനെ 4 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുത്തു. ഇനി ഇതിന്ന് അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഇതിലിങ്ങനെ വെള്ളത്തിൽ നോർമൽ വാട്ടറിൽ ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പോപ്സിക്കിൾ കണ്ടെയ്നർ വാങ്ങിച്ച മുതൽ ഇങ്ങനെ ചെറിയ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിൽ പോപ്സിക്കിളായിട്ട് കൊടുക്കലുണ്ട്. പക്ഷെ തണുപ്പ് അധികം കൊടുക്കാൻ പറ്റില്ല കുട്ടികൾക്ക്, പെട്ടെന്ന് അസുഖങ്ങൾ വരുമല്ലോ. എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോപ്സിക്കിളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും കേട്ടോ. ഷുഗർ ഒന്നും ആഡ് ചെയ്യാണ്ട് തന്നെ എല്ലാ ഫ്രൂട്ട്സ് ഇപ്പോൾ വാട്ടർ മെലനൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിലാക്കിയിട്ട് പോപ്സിക്കിളാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. ഇവൻ എന്തായാലും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുന്നു കേട്ടോ. സോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഇൻഷാല്ലാ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ.